എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മുടെ തംബ്നെയിൽ പോലെ തന്നെ ഗോവക്ക മെഴുക്കോട്ടയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഫുള്ള് കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് കോവക്കയാണ് കേട്ടോ. നമുക്ക് നല്ല ഫ്രഷ് കോവക്കയായിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കോവക്കയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം വൃത്തിയായിട്ട് കഴുകിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 സവോളയും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങാക്കൊത്തും. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായപ്പോഴത്തേനും അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയായിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് കടുക് കൂടി ചേർത്തിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് നമ്മുടെ തേങ്ങാക്കൊത്തായിട്ട് ചേർത്തിരിക്കുന്നത്. തേങ്ങാക്കൊത്ത് നല്ലോണം മൂപ്പിക്കുക. തേങ്ങാക്കൊത്ത് നല്ലോണം മൂത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ കറിവേപ്പിലയായിട്ട് ചേർക്കുന്നത്. നമ്മുടെ കറിവേപ്പിലെല്ലാം മൂത്തതിന് ശേഷം ഗോവയ്ക്കയും സവോള അരിഞ്ഞു വെച്ചിരിക്കുന്ന അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഗോവയ്ക്ക തോരത്തിനേക്കാളും കൂടുതൽ ഗോവക്ക മെഴുക്കുവരട്ടി ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എനിക്ക് പൊതുവേ ഗോവയ്ക്ക തോരത്തിനേക്കാളും ഇഷ്ടം ഗോവക്ക മെഴുക്കുവരട്ടിയാണ് കേട്ടോ. മെഴുക്കുവരട്ടി മാത്രം കൂട്ടി ചോറ് കഴിക്കുക അല്ലേ, നല്ല ഒരു രുചി തന്നെയാണ് അല്ലേ ഗോവക്ക മെഴുക്കുവരട്ടിക്ക്. പ്രത്യേകിച്ച് തേങ്ങാക്കൊത്തൊക്കെ കൂടി ചേർത്തുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെയാണ് കേട്ടോ വേവിക്കുന്നത്. ഇത് ആവിയിലിരുന്ന് വേവിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളത് നല്ലോണം മൂടി വെക്കുക. മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും എടുക്കുക. കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോവയ്ക്ക ഏകദേശം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഓരോ പൊടികളും ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലോണം ഇളക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടിയും ചേർത്ത് ഇതെല്ലാ പൊടികളും ചേർത്ത് നല്ലോണം ഇളക്കുക. ഇളക്കിയിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ ഈ പൊടികളുടെ എല്ലാം മണവും കാര്യങ്ങളെല്ലാം അതിനകത്തോട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഗോവക്ക മെഴുക്കുവരട്ടി തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.